ഈ ഡ്യൂപ്പ് ഉണ്ടല്ലോ, നമ്മളെ ഹീറോസിനൊക്കെ ഡ്യൂപ്പ്, അതും ഈ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾ തന്നെയാണോ ചെയ്യുന്നത്, അതോ രണ്ടാണോ? ശരിക്കും ഡ്യൂപ്പ് മാത്രം ചെയ്യാൻ ഡ്യൂപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, പിന്നെ സ്റ്റണ്ട് ആർട്ടിസ്റ്റും ചിലവർ ഡ്യൂപ്പ് ചെയ്യാറുണ്ട്, അവരുടെ സ്കില്ലനുസരിച്ച് ചെയ്യാറുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു, ഇപ്പൊ കൂടുതലും ആക്ടേഴ്സ് അവര് തന്നെയാണ്, ഡ്യൂപ്പ് കുറഞ്ഞു വരുന്ന ഒരു സമയമാണോ? ഇപ്പൊ കൂടുതലും ആക്ടേഴ്സ് തന്നെയാണോ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ വരുമ്പോഴും? ടെക്നോളജി ഒരുപാട് വന്നതുകൊണ്ട്, പിന്നെ ഒരുപാട് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ടും ഇപ്പൊ 90% ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. പക്ഷെ ഈ പറയുന്ന ഇപ്പൊ പല ആർട്ടിസ്റ്റുകളും ഈ ഡ്യൂപ്പുകളെ ചെയ്യുന്നതിന് ഇപ്പൊ നമ്മൾ ട്രോളുകളൊക്കെ വരുന്നുണ്ട്, അത് ആ നടനല്ല ചെയ്തത്, ഡ്യൂപ്പാണ് ചെയ്തത്. പക്ഷെ അത് നിങ്ങളുടെ ഒരു രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു ആർട്ടിസ്റ്റുകൾ സ്വയം ചെയ്യുന്നതാണോ ഡ്യൂപ്പ് ചെയ്യുന്നതാണോ കൂടുതൽ നല്ലത് ശരിക്കും? കാരണം ഈ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതൊരു സിനിമയുടെ കണ്ടിന്യൂറ്റി ഒക്കെ ബാധിക്കുന്നില്ല. അപ്പൊ എപ്പോഴും ഒരു ഡ്യൂപ്പ് ഒരു സേഫ്റ്റി അല്ലേ ഇത് ശരിക്കും? അതെ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ആർട്ടിസ്റ്റിന് കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഡ്യൂപ്പ് വെച്ച് ചെയ്യും. കാരണം സേഫ്റ്റി ആണല്ലോ ഇമ്പോർട്ടന്റ്. അത് പക്ഷെ ഈ പറഞ്ഞ പോലെ അത് ഈ പറഞ്ഞ പോലെ ഡേഞ്ചർ ആയിട്ടുള്ള ഫാളിങ്ങോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രം, അല്ലാതെ മാക്സിമം 90% ഇപ്പൊ ഹീറോ തന്നെ ചെയ്യും അങ്ങനത്തെ ഒരു. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ഈ അതൊരു ഭയങ്കരമായിട്ട് എന്താ പറയാ, ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ വേണ്ടി ചെയ്യണം. കാരണം ഒരേ കാണാൻ, അതായത് ഏകദേശം ആർട്ടിസ്റ്റിന്റെ സ്കില്ല് ഒരു ഡ്യൂപ്പ് ആർട്ടിസ്റ്റിന്റെ ഒരു സീക്വൻസ് ചെയ്യുമ്പോൾ അവര് ക്യാമറ എവിടെയാണ്, ക്യാമറയുടെ മൂവ്മെന്റ് ഒക്കെ എവിടെയാണെന്ന് അവർക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് ഇവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഈ എയറിൽ ട്രാവൽ ചെയ്യണമെങ്കിലും എന്ത് ചെയ്യാനും പെട്ടെന്ന് കൈകൊണ്ട് ഇങ്ങനെ ഫേസ് മാസ്ക് ചെയ്യാൻ കഴിയണം. അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാണ്ട് പെട്ടെന്ന് ഒരാൾക്ക് ഡ്യൂപ്പ് ആർട്ടിസ്റ്റ് പറ്റില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ടൈമിങ് വേണം, പ്ലസ് ഈ ക്യാമറ ഫേസ് അയാളുടെ ഉള്ളിൽ ഒരു കലാകാരൻ ഉണ്ടാവണം, അത് വേണം, എന്നാലും ചെയ്യാം. കാരണം സെയിം ലുക്ക് ആയിരിക്കും, സെയിം മീൻസ് ഇവരുടെ ഒരു ബോഡി ലാംഗ്വേജ് മാത്രം, ഒക്കെ ഡിഫറെന്റ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ നേരത്തെ പറഞ്ഞ ഫേസ് വരാത്ത രീതിയിലാണ് ഈ ചാടുന്നത്. ഒരു ഹീറോ ആയിരിക്കും, ചാടാൻ പോകുന്ന ഒരു ഹീറോ ആയിരിക്കും, ചാടുന്നത് ഡ്യൂപ്പ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ ഈ പറഞ്ഞ പോലെ കറക്റ്റ്? അത് മാസ്റ്ററുടെ ഒരു ഇതാണോ അതോ? ഫസ്റ്റ് നമ്മൾ ആർട്ടിസ്റ്റിനെ വെച്ച് തന്നെ ട്രൈ ചെയ്യും. അതിൽ നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ വിത്ത് ആർട്ടിസ്റ്റിന്റെ കൂടെ പെർമിഷനോട് ഡ്യൂപ്പിനെ വെച്ച് ചെയ്യും. കാരണം ഈ ക്യാരക്ടറിനെ നല്ല പെർഫോം ചെയ്യിപ്പിക്കാനുള്ള ഉള്ളമേ, അതിപ്പോ ആര് ചെയ്താലും 90% ഇപ്പൊ ആർട്ടിസ്റ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യേണ്ട അവർ തന്നെ ചെയ്യുന്നത്. ഈ ഡ്യൂപ്പും നേരത്തെ സ്റ്റണ്ട് ആർട്ടിസ്റ്റ് പറഞ്ഞ പോലെ പുറത്ത് തന്നെയാണോ കൂടുതലും എപ്പോഴും? ഡ്യൂപ്പ് ആർട്ടിസ്റ്റിന് കൂടുതൽ ചെന്നൈ നോക്കിയാണ്. ചെന്നൈ ഉണ്ടോ? കേരളത്തിന്റെ 1-2 പേരുണ്ട്. കുറവാണ്. അത് ഈ പറഞ്ഞ പോലെ റിസ്കി ആയിട്ടുള്ള ഒരു ജോബ് ആയതുകൊണ്ടാണോ ആൾക്കാർ അത് മേഖലയിലോട്ട് വരാത്തത്? ഒരുപക്ഷെ അതായിരിക്കും. അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെഡിക്കേഷൻ കുറവായിട്ടും സംഭവിക്കും. പിന്നെ തിരിച്ചറിയപ്പെടാത്ത ഒരു അവരിത് ചെയ്താലും തിരിച്ചറിയപ്പെടാത്തതാണല്ലോ. ഇപ്പൊ കുറെ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഫൈറ്റിൽ ഏറ്റവും ഗംഭീരമായിട്ട് എന്താ പറയാ, പെട്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഉൾക്കൊണ്ട് നന്നായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഇത്രകാലം വർക്ക് ചെയ്തതിൽ വെച്ച് പറയാനാണെങ്കിൽ ആരൊക്കെ ആയിരിക്കും? അതെനിക്ക് തമിഴില് ജിത്തൻ രമേശ്, ജീവയുടെ ബ്രദർ ജിത്തൻ രമേശ്, പിന്നെ അതുപോലെ വിജയേശ്വാസ്. അത്യാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആർട്ടിസ്റ്റ് ഒന്നുമില്ല. എല്ലാവരും നമ്മൾ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർ ഓക്കെയാണ്. 1-2 റിയേഴ്സ് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഈ പുറത്തൊക്കെ എനിക്കൊന്ന് തെലുങ്കിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. പുറത്തൊക്കെ നമുക്കറിയാം കൂടുതൽ തെലുങ്കിലായാലും അവിടെയൊക്കെ ഓൾറെഡി ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടത്തെക്കാട്ടും കൂടുതൽ അവിടെ അവർ ഓൾറെഡി ഇതൊക്കെ ഈ പറഞ്ഞ പോലെ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടൊക്കെ വരും. എന്താ പറയാ, വെൽ ട്രെയിൻഡ് ആയിട്ടാണ് അവരൊക്കെ വരുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കമ്പാരിസൺ തോന്നിയിട്ടുണ്ടോ മലയാളത്തിൽ വർക്ക് ചെയ്യുമ്പോഴും അവിടെ വർക്ക് ചെയ്യുമ്പോഴും? അങ്ങനെ പറഞ്ഞ അവർക്ക് പിന്നെ അത്ര അതിനു വേണ്ടി ഇമ്പോർട്ടന്റ് ഉള്ള ഇൻഡസ്ട്രി ആയതുകൊണ്ട് അവിടെ നിർബന്ധമാണല്ലോ, ഫൈറ്റ്സ് ഒക്കെ നിർബന്ധം തന്നെയാണല്ലോ. ഇപ്പോ റീസെന്റ് ആയിട്ട് വർക്ക് ചെയ്ത മലയാള സിനിമകൾ ഏതൊക്കെയാണ് ഇപ്പൊ ഈ അടുത്ത് റിലീസായത്? ആസാദി, അതുപോലെ അടിനാശം, വെള്ളപ്പൊക്കം, പിന്നെ ചാട്ടുളി, ഇതൊക്കെയാണ് റീസെന്റ് റിലീസായത്. ഇതൊക്കെ അത്യാവശ്യം അടിനാശത്തിലൊക്കെ ഷൈൻ ടോം. ചാട്ടുളിയിലും ഷൈൻ ടോം തന്നെ, രാജ്ബാബു സാറുണ്ട് കങ്കാരു ഒക്കെ ചെയ്ത